അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ബാങ്കുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാങ്ക് എന്താണെന്നൊക്കെ അറിയാമല്ലോ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്, ഗവൺമെൻറ് ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ബാങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സിനെ പറ്റിയിട്ടാണ്. മെയിൻലി 3 ടൈപ്സ് ഡെപ്പോസിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ എനി ബാങ്ക്. ദാറ്റ് ഈസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ഫിക്സ്ഡ് അക്കൗണ്ട്. ഈ 3 ടൈപ്പിലാണ് മെയിനായിട്ട് 3 ടൈപ്പിലാണ് നമുക്ക് അക്കൗണ്ടുകളൊക്കെ നമ്മൾ ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് നോർമലി ഒരാൾ എടുക്കുന്ന അക്കൗണ്ടാണ്, പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. നമ്മൾ സേവിങ്സ് ആണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് ഓൺ എമൗണ്ട് വിഡ്രോ. നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചില ബാങ്കുകളിലൊക്കെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ എപ്പോഴും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാറെന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് എമൗണ്ട് നമ്മൾ എവിടെ കീപ്പ് ചെയ്തിരിക്കണം? സേവിങ്സ് അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഇത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകത, ഈ കറണ്ട് അക്കൗണ്ട് മെയിൻലി ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ആരായിരിക്കും? ബിസിനസ് ഫേംസ് അല്ലെങ്കിൽ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കമ്പയർഡ് ടു സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് കുറച്ചുകൂടെ ഫ്രീ ആണ്. അതായത് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം, എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം, വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അവിടെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷനെ നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വിഡ്രോയിങ്സ് നടത്താൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് എവിടെ ഇല്ല? കറണ്ട് അക്കൗണ്ടിലുള്ള. അപ്പോൾ കറണ്ട് അക്കൗണ്ട്സ് കൂടുതലായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരായിരിക്കും? ബിസിനസ് ഫേംസ് ആയിരിക്കും. കാരണം അവർക്ക് ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടത്താനുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് അക്കൗണ്ടാണ്? ഈ കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ അത് അവർ ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. തേർഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പം കറണ്ട് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, ദെൻ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് പേര് തന്നെ നമുക്ക് അറിയാമല്ലോ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും ഫോർ എ സർട്ടൺ പീരീഡ്, മേ ബി ഫോർ 10 years, അല്ലെങ്കിൽ ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന, അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മൾ ലോങ് ടേം സേവിങ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതായിരിക്കും? ഫിക്സഡ്. അപ്പം ആ ഒരു ടൈം, ആ പറയുന്ന ടൈം പീരീഡിൽ നമ്മുടെ എമൗണ്ട് എവിടെ ഇൻവെസ്റ്റഡ് ആയിരിക്കും? ആ ഒരു ഫിക്സഡ് അക്കൗണ്ടിൽ ഫിക്സഡ് ആയിരിക്കും. നമുക്കത് വിഡ്രോ ചെയ്യാനൊന്നും പറ്റുന്നതായിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്. ഏതൊക്കെ? കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് ആൻഡ് ഫിക്സ്ഡ് അക്കൗണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന കുറച്ച് ടേംസ് ഉണ്ട്, ബാങ്കുമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ്. ഫസ്റ്റ് വണ്ണാണ് പാസ്ബുക്ക്. ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടാവും? പാസ്ബുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ബാങ്കിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ നമ്മളൊരു അതായത് നമ്മുടെ പാസ്ബുക്കിൽ അതിൻ്റെ ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 1000 ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ബാങ്ക് നമ്മുടെ പാസ്ബുക്കിൽ എന്ത് കാണിക്കും? നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് പാസ്ബുക്ക്. നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുക. ആ പാസ്ബുക്കിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണുമല്ലോ. ദെൻ അടുത്താണ് പേ ഇൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും വിഡ്രോ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു സ്ലിപ്പിലല്ലേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഓരോ ആപ്പ് വഴിയൊക്കെയാണ് നമ്മൾ അതായത് ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത്. എന്നിരുന്നാലും നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അത് നമ്മൾക്കൊരു സ്ലിപ്പ് ഫില്ല് ചെയ്താൽ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു പാർട്ടിൽ കൗണ്ടർ ഫോയിൽ, അതായത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ളത്, മറ്റേത് ബാങ്ക് വെക്കുന്നതായിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. വിഡ്രോവലിനും ഉണ്ട് സ്ലിപ്പ്, എന്താണ് എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ട്? അവിടെ സ്ലിപ്പുകളുണ്ട്. അപ്പോൾ അതാണ് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അടുത്താണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും നമുക്ക് ക്യാഷിൽ ട്രാൻസാക്ഷൻ നടത്തണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ചെക്ക് വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരിൽ എന്തുണ്ടായിരിക്കണം? ഒരു ചെക്ക് ബുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആ ബാങ്കിൻ്റെ ചെക്ക് ബുക്ക്, നമ്മുടെ പേരുള്ള ചെക്ക് ബുക്ക് അവൈലബിൾ കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെൻറ്റുകളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് പാസ്ബുക്ക്, പേ ഇൻ സ്ലിപ്പ് ബുക്ക് ആൻഡ് ചെക്ക് ബുക്ക്.